Meet the editors. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. റിപ്പോർട്ടർ മെഗാ ലൈവാത്തോൺ സ്പെഷ്യൽ മീറ്റ് ദി എഡിറ്റേഴ്സ് പാലക്കാട് കോട്ടമൈതാനത്ത് നിന്നും തത്സമയം. പാലക്കാട് ടിസ്റ്റുകളും സൂപ്പർ ടിസ്റ്റുകളുമായി ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പാലക്കാടിന്റെ തേരുകാറ്റ് പോലെ രാഷ്ട്രീയക്കാറ്റ് ആര് പിടിക്കും എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ഒരു മാസമായി പാലക്കാടിന്റെ തെരുവുകളിൽ പാലക്കാട്ടെ മനുഷ്യർക്കൊപ്പം നിന്ന് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ വാർത്താ സംഘം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരും. എഡിറ്റോറിയൽ ടീമിനോടൊപ്പം എനിക്കൊപ്പം എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാവതി, നമ്മളുടെ ഓൺലൈൻ വെബ് എഡിറ്റർ ചീഫ് ഉണ്ണി ബാലകൃഷ്ണൻ, MD മാനേജിംഗ് എഡിറ്റർ കൂടിയ ആന്റോ അഗസ്റ്റിൻ, ഒപ്പം അല്ലമീൻ, ഒപ്പം സിനോജ്, അഷ്കർ അലി കരിമ്പ, സാനിയോ മനോമി, നമുക്കൊപ്പം റോഷിപാൽ, ഒപ്പം സായ് കുമാർ, ഇക്ബാൽ, ദെൻ ദീപക് മലയമ്മ, VS രഞ്ജിത്ത്. അങ്ങനെ റിപ്പോർട്ടറിന്റെ പാലക്കാട്ടെ വാർത്താ സംഘവും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് ഈ സ്പെഷ്യൽ മീറ്റ് എഡിറ്റേഴ്സിൽ. ഉണ്ണി ബാലകൃഷ്ണൻ, പതിവുപോലെ നമ്മൾ ചർച്ച ആരംഭിക്കുമ്പോൾ പല നാടകങ്ങൾ, ടിസ്റ്റുകൾ, സൂപ്പർ ടിസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വോട്ടർമാർ മനസ്സിൽ ആർക്ക് വിധി എഴുതണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ നാടകങ്ങളും ഈ കഴിഞ്ഞ സംഭവ വികാസങ്ങളും പാലക്കാടിൻ്റെ യഥാർത്ഥ ജനവിധി പ്രതിഫലിപ്പിക്കുന്നതായിരുന്നോ? ഇക്കഴിഞ്ഞ നാടക സംഭവങ്ങളെല്ലാം ഒരു പരിധിയോളം നിശ്ചയമായും വോട്ടർമാരുടെ അഭിപ്രായത്തെ സ്വാധീനിക്കും. എന്നാൽ പാലക്കാട്ട് നമ്മൾ കണ്ട, പാലക്കാട്ട് മനുഷ്യർ നമ്മളോട് പറഞ്ഞ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ മേൽ തന്നെയായിരിക്കും അവർ ഈ വോട്ടെടുപ്പിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. നമ്മൾ ഈ പറയുന്ന ട്രോളി വിവാദമാണെങ്കിലും സന്ദീപ് വാര്യർ ഇഷ്യൂ ആണെങ്കിലും സ്പിരിറ്റ് പിടികൂടിയതാണെങ്കിലും കത്ത് പുറത്തായതാണെങ്കിലും അതെല്ലാം തന്നെ രാഷ്ട്രീയ വിവാദങ്ങളാണ്. ഒരു സംശയവും വേണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ അതിനൊക്കെ സ്വാധീനിക്കാനും കഴിയും. എന്നാൽ ഓരോ മനുഷ്യരും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുന്നത് അവരുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയാണ്. അതെല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ തന്നെയാണ്. പാലക്കാട് ഇക്കുറി അക്കാര്യത്തിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടെ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. 2016-ലും 2021-ലും ത്രികോണ മത്സരം തന്നെയാണ് നടന്നത്. പക്ഷേ ഒരർത്ഥത്തിൽ ഒരു പരിധിയോളം അത് UDF-ഉം BJP-ക്കും ഇടയിലുള്ള മത്സരമായിരുന്നു. എന്നാൽ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ, അത് കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ഒരാളെന്ന നിലയ്ക്കാണെങ്കിൽ കൂടിയും സരിനെ മുന്നിൽ വെച്ചുകൊണ്ട് പരമാവധി CPM അതിൻ്റെ മെഷീനറിയെ ചലിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകരെ ഇറക്കിക്കൊണ്ട് തന്നെയാണ്. ഇപ്രാവശ്യം പാലക്കാടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പാലക്കാട് പിടിക്കുക അസാധ്യമാണ് എന്ന് വിലയിരുത്തുന്നൊരു CPM-നെ നമുക്ക് കാണാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. ഈ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ വെല്ലുവിളിയായി തീരും. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP കുറി മണ്ഡലം പിടിച്ചില്ല എങ്കിൽ അവരെ സംബന്ധിച്ചും 2026 വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് 3 മുന്നണികൾക്കും 3 പാർട്ടികൾക്കും അങ്ങേയറ്റം പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ നടക്കുന്നത്. പക്ഷേ താങ്കൾ ചോദിച്ചതുപോലെ പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ മനസ്സിൽ വിധി എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വിധി എഴുത്തെന്ന് പറയുന്നത് അറിയാൻ നമ്മൾ 23 വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ആ തീരുമാനം ഇവിടുത്തെ സമ്മതിദായകർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതവരുടെ ജീവൽ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തീരുമാനം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥലത്തിൽ ഈ കോട്ട UDF-നെ കൈവിട്ടാൽ അത് VD സതീശന്, ഷാഫി പറമ്പിലിന്, രാഹുൽ മാങ്കൂട്ടത്തിന് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരിക്കും. തങ്ങളുടേതല്ലാത്ത സീറ്റ് നഷ്ടപ്പെട്ടു എന്ന ന്യായീകരണം CPM-ന് പറയാം. പക്ഷേ UDF-നെ സംബന്ധിച്ചൊരു വാട്ടർലൂ ആണ്. ചേലക്കര LDF-ന് എങ്ങനെയാണോ അതുപോലെയാണ് പാലക്കാട് UDF-നും. അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ച പ്രചരണം അവസാന ലാപ്പിൽ ഈ അല്പസമയം മുമ്പ് സമാപിച്ച LDF-ന്റെ DYFIയുടെ നൈറ്റ് മാർച്ചിൽ പോലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ആവേശമുണ്ട്. പക്ഷേ അതെല്ലാം വോട്ടായി മാറുമോ? അരുൺ, CPM-നെ സംബന്ധിച്ചിടത്തോളം, BJP സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർക്ക് വളരെ നിർണായകമാണ് ഈ ഇലക്ഷൻ എന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും K സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഗോവിന്ദൻ മാഷെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനചലനത്തിന് വരെ സാധ്യതയുള്ള മത്സരമായിരിക്കും ഇവിടെയും ചേലക്കരയിൽ നടക്കുന്നത്. കാരണം അവിടെ ചേലക്കരയിൽ എങ്ങാനും CPM തോക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷ്ക്ക് അത് ബാധിക്കും. ഇവിടെ സിറ്റിംഗ് സീറ്റായ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തോക്കുകയാണെങ്കിൽ അത് VD സതീശനെ ബാധിക്കും. ഇത് രണ്ടുമല്ല, BJP-യെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ സ്ഥാനം പിടിച്ചെടുത്താൽ മാത്രമേ സുരേന്ദ്രൻ്റെ ഒരു തുടർച്ചയുണ്ടാവുള്ളൂ എന്നുള്ള നിലയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരെ ആശങ്കപ്പെടുത്തുന്ന ഇലക്ഷനാണ്. അതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന മെഷീനറികളെ മുഴുവൻ ഇറക്കി ഇവിടെ മത്സരത്തിന് കാഠിന്യം കൂട്ടുന്നതിന് ഒരു സംശയമില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, അവരുടെ ഏറ്റവും കോട്ടയാണ്, ശക്തമായ കോട്ടയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 5000-6000 വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ജയത്തിലേക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അവർ 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് അവരുടെ കഠിന പ്രയത്നം അവർ നടത്തുന്നുണ്ട്. കാരണം അവർ ഈ മൂത്തന്തറയെ ബന്ധപ്പെട്ടിട്ടും ഈ RSSൻ്റെ ഗ്രാസ് റൂട്ടിലുള്ള വർക്കും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ രാഹുൽ മാങ്കുടത്തിനെ ഇറക്കുമ്പോൾ എന്താണ്, അവർ ഈ നമ്മുടെ ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് BJP കൊടുക്കാനോ എന്നുള്ള ആരോപണം നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ പറഞ്ഞ ഷാഫി പറമ്പിലെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന മണ്ഡലം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അത് നിലനിർത്തിയില്ല അവർക്ക് നിലനിൽപ്പില്ല. അതുപോലെ തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ ചിഹ്നത്തിലല്ലാത്തൊരു സ്ഥാനാർത്ഥിനെ അവർ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സ്ഥാനാർത്ഥി അവർ ഒരാളെ ഒരു സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എങ്ങനെയെങ്കിലും നിലനിർത്തണം, ഈ മണ്ഡലം നിലനിർത്തണം. അല്ലെങ്കിൽ ഉണ്ണി സാറ് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ ഇനി ഇല്ലെങ്കിൽ പാലക്കാട് ഇല്ല എന്നുള്ള നിലയിലേക്ക് അവർ മത്സരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇലക്ഷനിൽ, ഈ പറഞ്ഞ ബൈ-ഇലക്ഷനിൽ ഈ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്താണ് BJP കോൺഗ്രസ് എന്നുള്ള നിലയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം 3 പാർട്ടികളും ഗംഭീരമായ 3 സ്ഥാനാർത്ഥികൾ ഇതുപോലെ തന്നെയാണ്. അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളാണ്, നല്ല കഴിവുള്ള സ്ഥാനാർത്ഥികൾ, ചെറുപ്പക്കാരാണ്, വിദ്യാസമ്പന്നരാണ്. 3 പേര് ഇഞ്ചോടിഞ്ച് മത്സരം നടത്തുന്നു. ശ്രീകൃഷ്ണകുമാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാടുകാരനാണ്. അദ്ദേഹത്തിന് ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ എന്തു പറഞ്ഞാലും ഈ പറയുന്ന ഇലക്ഷൻ ജനങ്ങളെ സംബന്ധിച്ചോളം വലിയ കാര്യങ്ങൾ, വിവാദങ്ങൾക്കപ്പുറം ഈ ഇലക്ഷനെ ജനങ്ങൾ കാണുന്നത് ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്നുള്ള എൻ്റെ ഒരു സംശയമില്ല. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയുള്ളൂ, അതിനനുസരിച്ച് വോട്ട് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, ഷാഫിക്ക് ശേഷം രാഹുൽ വരുമ്പോൾ ഒരു പിന്തുടർച്ചക്കാരൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഗുണകരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെയുള്ള 10 പേരോട് ചോദിച്ചുള്ളൂ, 10 പേരും ഷാഫിയുടെ തുടർച്ച എന്നതാണ് ആദ്യം പറയുക. അതൊരു ആത്മവിശ്വാസമായി കോൺഗ്രസിന് തുടക്കം മുതലുണ്ടായിരുന്നു. പക്ഷേ സരിൻ കളം മാറുന്നതോടുകൂടി ആ കോൺഫിഡൻസ് ഇളക്കം തട്ടി. പക്ഷേ സന്ദീപ് തിരിച്ചു വരുമ്പോൾ BJP-യിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ വീണ്ടും ആത്മവിശ്വാസം ഉയർന്നിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ? നോക്കൂ, പാലക്കാട് തെരഞ്ഞെടുപ്പ് മുൻ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതീവ നാടകീയ സംഭവവികാസങ്ങൾ നടന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ നിലപാടുകളും വോട്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പോയ CPM 3-ാം സ്ഥാനത്തേക്ക് പോയ തെരഞ്ഞെടുപ്പുകളിൽ അത്രത്തോളം ശ്രദ്ധ CPM-ലേക്ക് പോയിട്ടില്ല എങ്കിലും ഇത്തവണ ശ്രദ്ധ സ്ഥാനാർത്ഥിയിലേക്ക് കൊണ്ടുവരാനും അതുവഴി ഭരണവിരുദ്ധ വികാരം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ബുദ്ധിപൂർവ്വം CPM-ന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സരിൻ എന്ന വിഷയത്തിലേക്ക് ഊന്നാൻ, അപ്പോൾ സരിൻ ഉന്നയിക്കുന്ന വിഷയം, അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായ എതിരാളിയാണ് എന്ന് ഇരു കൂട്ടർക്കും മനസ്സിലാവുകയാണ്. രാഹുൽ എല്ലാവർക്കും സുപരിചിതനാണ്, ചർച്ചകളിൽ പങ്കെടുത്ത് മൂർച്ചയേറിയ പ്രതികരണങ്ങൾ നടത്തി, അങ്ങനെ രാഹുൽ എല്ലാവർക്കും സുപരിചിതനാണ്. അപ്പോൾ രാഹുൽ ഒരു എതിരാളിയാണ് എന്നുള്ളത് കൊണ്ട് രാഹുലിനെ എതിർക്കാനായി സരിനെ കൊണ്ടുവരുന്നു. അപ്പോൾ അത് സരിൻ ഒരു വിഷയമാകുന്നു. പിന്നെ ട്രോളി വിവാദം, കത്ത് വിവാദം, ഇതൊക്കെ എല്ലാ ജില്ലാ ഘടകങ്ങളും ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം ആലോചിക്കും, പിന്നീട് മറ്റൊരു സ്ഥാനാർത്ഥിയിൽ തീരുമാനമെത്തും. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ അത് ഒന്ന് ഫ്ലെയർ അപ്പ് ചെയ്തുകൊണ്ട് വലിയ രൂപത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരിക, അതുവഴി ഭരണവിരുദ്ധ വികാരം, PP ദിവ്യ പോലുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോവുക, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായി ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ 3 മുന്നണികളെ സംബന്ധിച്ചും അത്യന്തം ഗൗരവത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്. കാരണം ആരെ സ്ഥാനാർത്ഥിയായി നിർത്തി, ആ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ തീരുമാനിച്ചതിൽ ആർക്കാണ് പിഴവ് പറ്റിയത്? ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു പിഴവ് പറ്റുകയാണെങ്കിൽ VD സതീശൻ എന്ന നേതാവിലേക്ക് ആ ചോദ്യം വരും. കാരണം VD സതീശൻ തന്നെ പറയുകയാണ്, ഞാനാണ് ഉത്തരവാദി തോറ്റിട്ടുണ്ടെങ്കിൽ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ സ്ഥാനചലനത്തിന് പോലെ സാധ്യതയുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അത്രത്തോളം ആത്മവിശ്വാസം അവരവിടെ പ്രകടിപ്പിക്കുന്നു. BJP-യെ സംബന്ധിച്ചും 9ാമത്തെ തവണ കൃഷ്ണകുമാറിനെ പരീക്ഷിക്കുമ്പോൾ BJP-യെ സംബന്ധിച്ചും ഇതുവരെയുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ സ്വാധീനമുള്ള ജില്ലയാണ്. അപ്പോൾ അവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള തൃശ്ശൂരിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. നോക്കൂ സുജയ, 3 മുന്നണികളുടെയും ഏറ്റവും മുതിർന്ന നേതാക്കൾ ഈ പാലക്കാട് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ട് 2 ആഴ്ചയാവുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്നത് 6 പൊതുയോഗങ്ങളിലാണ്. BJP-യുടെ മിക്കവാറുമുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും പാലക്കാട് എത്തിക്കഴിഞ്ഞു. അവരുടെ സർവ്വ മെഷീനറിയും പുറത്ത് കാണുന്നില്ലെന്നേ ഉള്ളൂ. RSS ഗ്രൗണ്ടിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്, പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് UDF-ന്റെ നോക്കൂ, ഒരു സിനിമാറ്റിക് തരത്തിലുള്ള പ്രകടനമാണ് കാണുന്നത് എല്ലാ തരത്തിലും. അതെ, എല്ലാ നേതാക്കളുമുണ്ട്. നാളെ KC വേണുഗോപാൽ പോലും ഇന്നിവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ നേതാക്കളും തമ്പടിച്ച് നടത്തിയ കൊണ്ടുപിടിച്ച പ്രചരണമാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ യുദ്ധം വേറെ, മാധ്യമങ്ങളിലൂടെയുള്ള യുദ്ധം വേറെ, നാടകങ്ങൾ വേറെ, എപ്പിസോഡുകൾ വേറെ. അധികം മസാലയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. ആരെ തുണയ്ക്കും? പാലക്കാടിൻ്റെ മണ്ണും മനുഷ്യരും അവരുടെ ഒരു
നൈർമല്യവും അവരുടെ ഒരു ശുദ്ധതയുമുണ്ട്. അതിനെ ആരെങ്കിലും വില കുറച്ച് കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഷാഫിക്കൊരു പിൻഗാമി, ഷാഫിയുടെ രാഹുൽ എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം ആദ്യഘട്ടത്തിൽ ഇറക്കിവിട്ടത്, അല്ലെങ്കിൽ ആ രീതിയിൽ ആ സീറ്റ് ഷാഫി പറമ്പിൽ MLA സ്ഥാനം രാജിവെച്ച് MP ആയി മാറുന്നു. അപ്പോൾ ഷാഫി ഒഴിയുന്ന ഒഴിവിലേക്ക് ഷാഫി നിർദ്ദേശിക്കുന്നയാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. അത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചിടത്താണ് കോൺഗ്രസിന് തെറ്റിയത്. യഥാർത്ഥത്തിൽ മത്സരം ഇത്രയും കടുപ്പിച്ചത് കോൺഗ്രസ് ഇത് വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് കരുതിയ ഇടത്താണ്. ആ എളുപ്പത്തിൽ ജയിക്കാമെന്ന് കരുതിയ ഇടത്ത് നിന്ന് BJP ആദ്യം മുതൽ തന്നെ C. കൃഷ്ണകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് തീരുമാനിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പറയുന്നതിന് മുൻപ് തന്നെ ഗ്രൗണ്ട് വർക്ക് അവർ തുടങ്ങുന്നു, നിലമൊരുക്കുന്നു. അങ്ങനെ നിലമൊരുക്കി നിൽക്കുന്ന BJPക്കിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലുണ്ടായ പൊട്ടിത്തെറി എത്രമാത്രമാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള ചിലർ തന്നെ പറയുന്നുണ്ടായിരുന്നു, അതായത് DCCയുടെ കത്ത് അത് പുറത്തു വന്നത് അത് DCCയിൽ നിന്ന് തന്നെയാണ്. ആ കത്ത് പുറത്തു വന്നത്, ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന K. മുരളീധരന്റെ പേര് എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള വിയോജിപ്പാണ്. ആ വിയോജിപ്പ് ചർച്ചയാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ ഒരു കത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാർ തന്നെ പൂർണ്ണമായും ഈ സ്ഥാനാർത്ഥിത്വത്തോട് യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആയിരുന്നോ ഇവിടെ പരിഗണിക്കേണ്ടിയിരുന്നത് എന്ന ചോദ്യം അത് മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നുണ്ട്. ഇനി LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ LDFിൽ P. സരിനെ കൊണ്ടുവരുന്നതിന് മുൻപ് നമ്മളടക്കം കേട്ടുകൊണ്ടിരുന്ന പേര് ബിനുമോൾ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെതാണ്. ബിനുമോൾ ഇടതുപക്ഷത്തിന്റെ LDFിന്റെ സ്ഥാനാർത്ഥിയായി CPIMന്റെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥാനത്ത് സ്റ്റെതസ്കോപ്പ് ചിഹ്നവുമായി P. സരിനെ ഇറക്കിയ ബുദ്ധി, ആ പരീക്ഷണം അത് വിദ്യാഭ്യാസ യോഗ്യതയും IAS കാരനാണ് എന്ന അധിക യോഗ്യതയും വെച്ചുകൊണ്ടാണ് എന്ന് CPIMന്റെ MLA അല്പസമയം മുൻപ് വിശദീകരിച്ചതുപോലെ ആ ഒരു വിശദീകരണം പാലക്കാടിന്റെ മനസ്സിലേക്ക് എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ട് എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. യഥാർത്ഥത്തിൽ വളരെ ഈസിയായി കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്ന തരത്തിൽ പോകേണ്ട ഒരു മത്സരം ഇപ്പോൾ ഉണ്ണിസാറൊക്കെ ഇപ്പോഴെങ്കിലും ത്രികോണ പോരാട്ടം എന്ന് സമ്മതിച്ചതിൽ നന്ദിയുണ്ട്. 28-ാം തീയതി ഞാൻ മറന്നിട്ടില്ല. അന്ന് ഉണ്ണിസാർ പറഞ്ഞത് ഇവിടെ മത്സരം LDFും UDFും തമ്മിലാണ്, BJP ചിത്രത്തിലേ ഇല്ല എന്നാണ്. പക്ഷേ അങ്ങിപ്പോൾ പാലക്കാട്ട് വന്ന് സ്ഥിതിഗതികൾ മനസ്സിലാക്കി ത്രികോണ മത്സരം എന്ന് പറഞ്ഞിരിക്കുകയാണ്. UDFും കോൺഗ്രസും UDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്. മൂന്നാം സ്ഥാനത്ത് അതെ അത് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ആ ത്രികോണ മത്സരത്തിൽ 2ാം സ്ഥാനത്തേക്ക് സരിൻ വരും എന്നാണ് ഞാൻ പറഞ്ഞത്. 3ാം സ്ഥാനത്തേക്ക് BJP ത്രികോണ മത്സരം നടക്കുന്നത്. സരിൻ 2ാം സ്ഥാനത്തുമാണ്. 2ാം സ്ഥാനത്ത് വരും. അപ്പോൾ പാലക്കാട്ടുകാർക്ക് അതിലൊരു വ്യക്തത നമ്മൾ വരുത്തി കൊടുക്കണമല്ലോ. അപ്പോൾ ഇനി ഞാൻ എന്റെ പോയിന്റിലേക്ക് വരാം. ഇവിടെ സരിൻ 2ാം സ്ഥാനത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിലവിൽ 2ാം സ്ഥാനത്തുള്ള BJPയെ പരാജയപ്പെടുത്തണം. അതിന് ഇടതുപക്ഷത്തെ വോട്ടുകൾ, നേരത്തെ സരിൻ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പറഞ്ഞത് എന്താണ്, അവിടേക്ക് വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്നും പോയി മതനിരപേക്ഷ വോട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് അനുയായികളുടെ അല്ലെങ്കിൽ അണികളുടെ ഇടത് അനുഭാവമുള്ളവരുടെ വോട്ടുകൾ കിട്ടിയാണ് ഷാഫി ജയിച്ചതെന്ന് പറഞ്ഞത് ഇതേ സ്ഥാനാർത്ഥിയാണ്. അത് LDFന് ബൂമറാങ് ആകും. കാരണം എങ്ങനെയാണ് ഇവിടെ വോട്ടുകൾ തമ്മിൽ കൈമാറിയത് എന്നത് പരസ്യമായ രഹസ്യമായി മാറുകയാണ്. ഇനിയും പാലക്കാട്ടുകാരെ പറ്റിക്കാൻ കഴിയില്ല. അവർ പ്രബുദ്ധരായ മനുഷ്യരാണ്, അവർക്കറിയാം ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് ഈ രണ്ട് മുന്നണികളിലും നടക്കുന്ന ഈ വിവാദങ്ങൾ അത് തുണയ്ക്കേണ്ടത് അല്ലെങ്കിൽ അത് ഗുണമാകേണ്ടത് BJPക്കാണ്. അപ്പോഴാണ് ഈ സന്ദീപ് വാര്യർ വിഷയം ഗുണമാകുമെന്ന് കരുതി അവസാന ലാപ്പിൽ ഒരു മുഴം നീട്ടിയെറിഞ്ഞത്. അതായത് ഈസി വോക്ക് ഓവറാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ 25,000 വോട്ടിന് ജയിക്കുമെന്ന് കരുതിയിരുന്ന UDFന് അവസാനം ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തേണ്ട ഗതികേടിലേക്ക് അവർ എത്തുകയായിരുന്നു. CPIM തന്നെ പറയുന്നുണ്ട്, തങ്ങളുടെ പാളയത്തിൽ വന്ന് ചർച്ച നടത്തി, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സഖാവാണ്, ട്രാൻസിഷൻ സ്റ്റേജ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചർച്ച നടന്നു എന്ന് സ്വാഭാവികമായും അനുമാനിക്കാം. CPIയുമായും ചർച്ച നടത്തിയെന്ന് കേൾക്കുന്നു, JDSുമായും ചർച്ച നടത്തിയെന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ഒരാളെ അവസാന നിമിഷത്തിൽ കൂടെ കൂട്ടിയത് അങ്കലാപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ വേഗത്തിലോടിയ മുയലായി UDF നിൽക്കുകയാണ്, ആമപക്ഷേ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പാലക്കാട്ടെ യാഥാർത്ഥ്യം. ആമയും മുയിലും കഥയ്ക്കും അപ്പുറം ഈ കെ മുരളീധരൻ പറഞ്ഞ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ പാട്ടുവരിയാണ് ഏറ്റവും പ്രധാനം. പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട മിക്ക വിവാദങ്ങളും കഷ്ടിച്ച് 15 നാഴിക മാത്രം നിലനിന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. തുടക്കം അത് ഒരു കത്ത് വിവാദമായിരുന്നു. കത്ത് വിവാദം ഒടുവിൽ AICCയുടെ അന്തിമ തീരുമാനം അതാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് VK ശ്രീകണ്ഠനും DCC പ്രസിഡന്റ് തങ്കപ്പനും പറയുന്നതോടെ കത്ത് വിവാദം അവസാനിച്ചു. ട്രോളി വിവാദമായിരുന്നു, അതും കഷ്ടി 15 നാഴിക മാത്രം നീണ്ടു നിന്നു. ട്രോളിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, തുണി മാത്രം
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രാഹുൽ പറയുന്നു. തിരിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പോലീസും പറഞ്ഞതോടുകൂടി തൽക്കാലം അവസാനിച്ചു. നിലവിലൊരു FIR പോലും ട്രോളി വിവാദത്തിൽ കേരള പോലീസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രണ്ട് പ്രശ്നങ്ങളും അവസാനിച്ചു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിവാദമായി വന്നത് സ്പിരിറ്റ് ഒഴുക്കിയ വഴിയായിരുന്നു. കണ്ടെത്തിയത് കോൺഗ്രസ് അനുകൂല സംഘടന അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ്. പക്ഷേ പിടിക്കേണ്ടത് എക്സൈസ് ആണെന്നുള്ളത് കൊണ്ട് CPM അധികം ആ ചർച്ചയും നടത്തിയില്ല. അപ്പോൾ മൂന്നാമത്തെ വിവാദവും 15 നാഴിക മാത്രം അവസാനിച്ചു. വരുന്നു അടുത്ത നാലാമത്തെ പ്രശ്നം. ഇനി ഈ ആന്റി ഇൻകംബൻസിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നോക്കൂ, 3 മുന്നണിക്കും അനുഗുണമായിട്ടുള്ള 3 ഘടകങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ആന്റി ഇൻകംബൻസി. നോക്കൂ, ആർക്കൊക്കെയാണ് ഭരണവിരുദ്ധ വികാരമുള്ളത്? ഒന്ന്, കേന്ദ്ര സർക്കാരിനെതിരെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. കാരണം കൃത്യമായ കോമ്പൻസേഷൻ കൊടുക്കാത്തതിൽ, അതിൽ L3 കാറ്റഗറിയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ പ്രകടമാകുന്നുണ്ട്. അത് പാലക്കാട് വോട്ടാവുകയാണെങ്കിൽ അത് BJPയെ ചെറുതൊന്നുമായിട്ടായിരിക്കില്ല ബാധിക്കുക. BJPക്ക് അതൊരു കനത്ത പ്രഹരം തന്നെയായിരിക്കും. നമ്പർ 2, ഇനി മുനിസിപ്പാലിറ്റിക്കുള്ളിലെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതാണ് രണ്ടാമത്തെ ഭരണവിരുദ്ധ വികാരം. ആ ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ നോക്കൂ, നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലൂടെ സഡക് യോജന എന്നാണ് പറയുന്നത്. സഡക് യോജന എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത കാറ് ആ വഴിയിലൂടെ പോയാൽ സഡക് എന്ന് ശബ്ദം കേൾക്കും എന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയാറുള്ളത്. അപ്പോൾ ആ മുനിസിപ്പാലിറ്റിയിലൂടെ പോകുമ്പോൾ എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി റോഡുകൾ ഈ കുളമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു ചോദ്യം. നമ്മുടെ മുനിസിപ്പാലിറ്റി നടത്തേണ്ട മാനേജ് ചെയ്യേണ്ട ടൗൺ ഹാൾ എന്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി വരുന്ന വരെയുള്ള വഴിയെല്ലാം ഗംഭീരമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നോക്കൂ, ഒന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ. ഒന്ന്, കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന വഴിയിൽ എവിടെയാണോ ഒരു കുഴിയുള്ളത് താങ്കൾ കണ്ടിരുന്നോ? കുഴിയിലും പെട്ടില്ല അല്ലേ? കുഴിയിലും പെട്ടില്ല. മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഇവിടെ കുഴി. പക്ഷേ ഒരു നിമിഷം, ചേലക്കരയിലാണെങ്കിൽ അത് PWD റോഡിലുണ്ടെന്ന് ഞാൻ സമ്മതിക്കും. പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റി റോഡുകൾ അതീവ ശോചനീയ അവസ്ഥയിലാണ്. നമ്പർ 1. നമ്പർ 2, ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിയിലെ ടൗൺ ഹാൾ എത്ര കാലമായി നോക്കൂ, ഈ ടൗൺ ഹാളിൽ എത്രയെത്ര സാംസ്കാരിക പരിപാടികൾ നടന്നതാ. പാലക്കാടിൻ്റെ സാംസ്കാരിക സായാഹ്നങ്ങൾ ഈ ടൗൺ ഹാളിനെ ബന്ധപ്പെടുത്തിയായിരുന്നില്ലേ? ഇവിടുത്തെ പുസ്തക പ്രസിദ്ധീകരണശാലകൾ പുസ്തക പ്രസാധനം നടത്തിയത് അവിടെ വെച്ചായിരുന്നില്ലേ? രാഷ്ട്രീയ പാർട്ടികൾ കൺവെൻഷനുകൾ നടത്തിയത് ഈ കോട്ടമൈതാനത്തും ആ ടൗൺ ഹാളിലും വെച്ചായിരുന്നില്ലേ? എത്രയെത്ര നാടക സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്ന നാടാ, എത്രയെത്ര പാട്ട് സംഘങ്ങൾ പ്രവർത്തിച്ച നാടാ. ഒരു സാംസ്കാരിക സായാഹ്നത്തിന് ഇന്ന് ഈ പറയുന്ന രാപ്പാടി അതിവിടുത്തെ സൊലയും മറ്റു പ്രസ്ഥാനങ്ങളുമാണത് നടത്തുന്നത് എന്നതുകൊണ്ട് അത് വൃത്തിയായി പോകുന്നു. അതിനും അപ്പുറത്തേക്ക് ടൗൺ ഹാൾ മാനേജ് ചെയ്യാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് ഈ സാംസ്കാരിക പരിപാടി നടക്കാത്തത് എന്ന് ചോദ്യമുണ്ട്. അപ്പോൾ അവിടെയും ഭരണവിരുദ്ധ വികാരം, അവിടെ അത് BJPക്കെതിരായിട്ട് മാറാനുള്ള സാധ്യത. ഇനി സ്റ്റേറ്റിലേക്ക് വന്നാൽ കർഷകരുടെ രോഷമുണ്ട്. നമ്മൾ കണ്ടതാണ് 4.5 ഏക്കർ പാടം ഈ ട്രാക്ടർ കിട്ടാത്തതിനാലും കൊയ്ത്ത് യന്ത്രം കിട്ടാത്തതിൻ്റെയും പേരിൽ വിളവെടുത്ത പാടത്ത് ഒരു കർഷകൻ കരയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരുടെ കർഷകർക്ക് ലഭിക്കേണ്ട നെല്ല് സംഭരണത്തിൻ്റെ കുടിശ്ശികയാവുന്നത് കൊണ്ട് ആ കർഷകർ വിഷമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ പറ്റുന്നില്ല, ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് പോകുന്നില്ല, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് സർക്കാർ പറയുന്നു. അതേസമയം തന്നെ പെൻഷൻ 4 മാസത്തെ കുടിശ്ശികയാവുന്നു. ക്ഷേമനിധി ബോർഡിൽ, കെട്ടിട ക്ഷേമനിധി ബോർഡിൽ 18 മാസത്തെ കുടിശ്ശിക കിടക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായും മറുഭാഗത്ത് നിൽക്കുന്നു. ഈ 3 പ്രധാനപ്പെട്ട ഭരണവിരുദ്ധ വികാരങ്ങളും ആരെയാണ് തുണയ്ക്കുക എന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് UDF ആണ്. കാര്യം അതാണ് ചോദ്യം. ഇനി MLA എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് KSRTC സ്റ്റാൻഡ്, മെഡിക്കൽ കോളേജ് MLA തുടങ്ങി വെച്ചതാണെങ്കിലും അതിനുശേഷം എന്താണ് അതിൻ്റെ അവസ്ഥ? MLAക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, ഇവിടുത്തെ മോയിൻ സ്കൂളിൻ്റെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാത്തതിന് ഉത്തരവാദി ആരാ? അത് കരാർ കൊടുത്തപ്പോൾ ആ കരാർ കൃത്യമായി നടക്കാത്തതാരാ? അത് MLA കോർഡിനേറ്റ് ചെയ്യേണ്ട പദ്ധതിയല്ലേ? എന്തുകൊണ്ട് നടന്നില്ല? ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ വ്യത്യസ്ത തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഈ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. അത് ആരെ തുണയ്ക്കുമെന്നുള്ളത് ഇവിടുത്തെ വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ UDF നടത്തിയതൊരു വടകര മോഡലിലുള്ള ക്യാമ്പയിനാണെന്ന് നിങ്ങൾക്ക് കാണാം. വടകരയിൽ നിങ്ങൾ എങ്ങനെയാണോ ഷാഫി നടത്തിയത് അതേപോലെയുള്ള ക്യാമ്പയിനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും നടക്കുന്നത്. ഇനി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനോ, ബിനുമോളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല ഈ നിലയിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി ചർച്ച ചെയ്യപ്പെടുക പോലുമില്ല. ആ സ്ഥാനാർത്ഥിയുടെ കുറവുകേട് കൊണ്ടല്ല. ആ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണ്, മികച്ച നേതാവാണ്, അവർ ആ പഞ്ചായത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സരിനെ പോലെ ആ അർത്ഥത്തിൽ വാർത്താ പ്രാധാന്യം ബിനുമോൾക്ക് കിട്ടുമായിരുന്നില്ല. അപ്പോൾ അത് രണ്ടാമത്തെ പോയിന്റാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ മണ്ഡലത്തിൽ, അതായത് ഒരു പൊന്നാനി മോഡലാണ് യഥാർത്ഥത്തിൽ പാലക്കാട് പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. പൊന്നാനിയിൽ പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, ചിഹ്നം കൊടുത്തു. ഇവിടെ ചിഹ്നം കൊടുത്തില്ല. നോക്കൂ, പാലക്കാട് അടിസ്ഥാനമായി 3 മുഖ്യമന്ത്രിമാരെ CPM സമ്മാനിച്ച ഒരു മണ്ണ. ആ മണ്ണിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമില്ലാതൊരു ബാലറ്റ് പേപ്പർ വരാൻ പോവുകയാണ്. അവിടെ അവർ അരിവാൾ ചുറ്റിക നക്ഷത്രം തരെയും 35,000-36,000 വോട്ടുകൾ CPMന് അടിസ്ഥാനമായുള്ളൊരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ അവർക്ക് അവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട്
വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് CPM-നും വെല്ലുവിളിയാണ്. ഇനി മൂന്നാമത് വന്നാൽ BJP പയറ്റാൻ ശ്രമിക്കുന്നതോ, BJP മാസ് ക്യാമ്പയിനുകൾ എങ്ങും നടത്തുന്നില്ല. BJP ഗ്രൗണ്ട് വർക്കിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. ആ ഗ്രൗണ്ട് വർക്ക് യഥാർത്ഥത്തിൽ BJP-യുടെ നാഗ്പൂർ മോഡൽ ഇലക്ഷനാണ്. അത് ഇത്തവണ വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു കാണണം. കാര്യം തൃശ്ശൂരിലെ നാടകീയ സംഭവങ്ങളില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു മികച്ച എക്സാമ്പിളാണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ആ പരീക്ഷണത്തിൽ ആര് വരും എന്നുള്ളത് നമുക്കിനി റിപ്പോർട്ടർമാരുടെ പൾസ് കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. 23-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഞാൻ പറയുന്നു, ശക്തമായ ത്രികോണ മത്സരമുണ്ട് പാലക്കാട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സോ നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് പോയാൽ അലമീനാണ് UDF-ന്റെ ബീറ്റ് കൈകാര്യം ചെയ്തിരുന്നത്. കോൺഗ്രസ് ക്യാമ്പിലുള്ള ആത്മവിശ്വാസം തുടക്കം മുതൽ തന്നെ റോഷിയും അല്ലമീനുമാണ് പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചുകൊണ്ടിരുന്നത്. അല്ലമീൻ, ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ പ്രചരണം തന്നെ കണ്ടു. UDF പ്രവർത്തകർക്കിടയിൽ എല്ലായിടങ്ങളിൽ നിന്നും പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. ആ ആത്മവിശ്വാസം എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? എന്തൊക്കെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ? അല്ലമീൻ. അരുൺകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ സരിൻ കൂടുമാറ്റം നടത്തിയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ കാലുവാരൽ ഉൾപ്പെടെ അവിടെ നടന്നേനെ. അത് പരസ്യമായ കാലുവാരലായിരിക്കില്ല, രഹസ്യമായ കാലുവാരലിനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു. അത് പക്ഷേ നേതൃത്വം ആ പ്രാദേശികമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുള്ള ഇടപെടലുകൾ പല രീതിയിൽ നടത്തിയിരുന്നു. പക്ഷേ എന്നാൽ പോലും ഈ ഷാഫിയുടെ നിർബന്ധം, രാഹുൽ തന്നെ വരണമെന്നുള്ള നിർബന്ധം, മറ്റു പല പ്രശ്നങ്ങൾ, അത് കാരണമുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അത് മുൻനിർത്തി ഷാഫിയുടെ ഒരു പിന്തുടർച്ച ഇപ്പോൾ അവസാനിപ്പിച്ചാൽ പിന്നീട് അതിന് ക്ലെയിം ചെയ്താരും വരില്ല. അപ്പോൾ അത്തരം നീക്കങ്ങൾ ഉറപ്പായും നടന്നേനെ. പക്ഷേ സരിൻ അതിന് തടയിട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സരിൻ അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു, ഒരു പൊട്ടിത്തെറി പ്രകടമാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ അതിന് മറുപടി പറയേണ്ട നേതാക്കൾ അനവധിയാണ്, നിരവധിയാണ്. ആ സാഹചര്യത്തിൽ അവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അവരുടെ പിന്നീടൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ, നേരത്തെ ആലോചിച്ചുറപ്പിച്ചതുപോലെയോ അല്ലെങ്കിൽ സാധ്യതയുള്ളതുപോലെ ഒരു കാലുവാറൽ ഉണ്ടായാൽ പോലും അതിൻ്റെ ഉത്തരവാദികൾ ഇത് എന്താ പറയുക, ഇതിൽ ഉത്തരവാദിത്തമില്ലാത്ത ആളുകൾ പോലും അതിൻ്റെ ബാധ്യത പേരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. രാഷ്ട്രീയമായി അവരുടെ ഒരു അന്ത്യം കുറിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. കോൺഗ്രസ് നമ്മൾ കണ്ടതാണ്. VD സതീശനും K സുധാകരനൊക്കെ വന്നതിന് ശേഷം എന്താ പറയുക, ഒരു തറുതണ്ട് പറയുന്ന ആളുകളെയൊക്കെ നടപടിയെടുത്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൽ പതിവില്ലാത്ത കാഴ്ചയാണ്. പാലക്കാട് ഒരു പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ ആ വിധത്തിൽ നടപടി നേരിടാൻ വരിവരിയായി നിൽക്കേണ്ട നേതാക്കൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ സരിൻ്റെ ആ നീക്കത്തിലൂടെ അല്ലെങ്കിൽ പരസ്യമായ പൊട്ടിത്തെറിയിലൂടെ നേതൃത്വം ജാഗ്രത പാലിച്ചു, കുറച്ചുകൂടി ഉഷാറായി, ആ ക്യാമ്പ് കുറച്ചുകൂടി ഉണർന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആവേശം എല്ലാ തലങ്ങളിലുമുണ്ട് എന്ന് മാത്രമല്ല, ഈ വന്നു വീണ വിവാദങ്ങളെല്ലാം അതൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ UDF-നെ പരിക്കേൽപ്പിക്കാൻ ഉദ്ദേശിച്ചതാണെങ്കിലും അത് അവർക്ക് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പെട്ടി വിവാദം, പെട്ടിയിൽ എന്ത് എന്ന ചോദ്യത്തിന് അത് ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയില്ല. കത്തു വിവാദം, മറ്റു പല സ്ഥാനാർത്ഥികളുടെ പേരും പല രീതിയിൽ ഉയർന്നു വന്നു. അതിന് മറുപടിയായി BJP-യിലെ ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ വന്നു. കോൺഗ്രസ് വിട്ട ആളുകൾ പോകുന്നു എന്ന് പറയുമ്പോൾ BJP വിട്ട ആളുകൾ വരുന്ന സാഹചര്യം. അങ്ങനെ കോൺഗ്രസിൽ മാത്രമായിരുന്നു എല്ലാ കാലത്തും പ്രശ്നമെങ്കിലും CPM-ൽ നിന്ന് പ്രാദേശികമായൊരു നേതാവ് കടന്നു വന്നേനെ. കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോകുന്നു, BJP-യിൽ നിന്ന് പോകുന്നു, CPM-ൽ നിന്നും കൊഴിഞ്ഞു പോക്ക് ഉണ്ടായേനെ. പക്ഷേ കൃത്യമായി തടയിടാൻ അവർക്കായി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. എന്ന് മാത്രമല്ല, ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായതോടുകൂടി ക്യാമ്പ് മുഴുവൻ ഉണർന്നു. എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കളെ ഇവിടെ രംഗത്തിറക്കാനും ആ രീതിയിൽ ഒരു ഊർജ്ജസ്വലരാകാൻ അവർക്ക് ഈ കാരണങ്ങളും വിവാദങ്ങളും ഉപകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ സിനോജ്, എനിക്കൊന്ന് കുറേ കാലമായി ഇലക്ഷൻ റിപ്പോർട്ടിംഗിൽ ഫീൽഡിലുള്ള ആളാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയിലെ ഒരു ഇലക്ഷൻ റിപ്പോർട്ടിംഗ് കണ്ടിട്ടുണ്ട്. പാലക്കാടത്തെ ഇലക്ഷൻ റിപ്പോർട്ടിംഗ് ഇത്രയും ദിവസം കാണുമ്പോൾ സിനോജിന് ഫീൽ ചെയ്യുന്നത് എന്താ അതിൻ്റെ ഒരു യുണീക്ക്നെസ്? ഏറ്റവും അവസാനം വയനാട് ഇലക്ഷനാണ് കണ്ടത്. അവിടെ കാണാത്ത ആവേശം ഇവിടെ ഉണ്ട്. ഉണ്ണിസാറ് പറഞ്ഞ ത്രികോണ മത്സര സാധ്യതയാണ് ഇവിടെ കാണുന്നത്. വടകര കണ്ടതുപോലെയുള്ള ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു പ്രചരണമാണ് UDF-ൻ്റെ. ഇന്ന് കണ്ട ഷാഫി ആയിക്കോട്ടെ, രാഹുൽ ആയിക്കോട്ടെ, ആ തരത്തിലൊരു ഓളം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ കരുതുന്നത്, അതായത് കേഡർ വോട്ടുകൾ ഉണ്ടാവില്ല 3 പാർട്ടിക്കും, അതിലപ്പുറത്ത് ഈ ചാഞ്ചാടുന്ന വോട്ടുകളുണ്ടാവും. ആ ചാഞ്ചാടുന്ന വോട്ടുകൾ പാലക്കാട് ഇത്തവണ നിർണായകമാകും. കാരണം ഈ വിവാദങ്ങൾ സ്വാധീനിക്കാം. ഒപ്പം തന്നെ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, നെൽകർഷകരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ ചിലപ്പോൾ മാറി ചിന്തിക്കും. ഈ വിവാദങ്ങൾ ഉൾപ്പെടെ ചിന്തിച്ച് മാറ്റിക്കുത്താനുള്ള സാധ്യത ഇക്കുറി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി ചെറിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. ഈ സന്ദീപ് വാര്യർ പ്രശ്നം, അത് ലീഗിന് സാധാരണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗിനോടുള്ള സമീപനം CPM മാറ്റിയിരുന്നു. അപ്പോഴും പാണക്കാട് തങ്ങൾമാരെ വിമർശിക്കാൻ CPM നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി സാദിഖിൽ തങ്ങളുടെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചത്. അതും അനുയായി. അത് ലീഗുകാർക്ക് നല്ല രീതിയിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ലീഗുകാർക്ക് സന്ദീപ് വാര്യർ ഇവിടേക്ക് വന്നതുകൊണ്ട് സങ്കടമുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കാരണം ആ സങ്കടം മാറാനുള്ള സാധ്യതയുണ്ട്. അത് UDF-ന് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അഷ്കർ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഇന്നുവരെ പാണക്കാട് തങ്ങന്മാരെ ഏതെങ്കിലും തരത്തിൽ പേരെടുത്തു പറഞ്ഞ് ഇങ്ങനെയൊരു വിമർശനം കേരളത്തിൽ അടുത്ത കാലത്ത് നടത്തിയിട്ടില്ല. ലീഗിനെ ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ജനാധിപത്യ പാർട്ടിയായിട്ട് കാണുന്ന ഒരു പാർട്ടിയാണ് CPM. ആ അവസ്ഥയിൽ നിന്ന് പാർട്ടി ഇപ്പോൾ മാറി SDP-യുടെയും ജമാഅത്തുടെയും പിടിയിലാണെന്ന് പറഞ്ഞു വെക്കുന്നു. ഇന്നിപ്പോൾ ഇതാ ജമാഅത്തയുടെ അനുയായിയാണ് പാണക്കാട് തങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അത് സന്ദീപിന്
ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ലീഗ് അണികളെ മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ആ തടസ്സം മാറിക്കിട്ടിയോ? തീർച്ചയായും അതിലൊരു സംശയം വേണ്ട. കാരണം അത്തരം പരാമർശങ്ങൾ വരുമ്പോഴാണ് ലീഗ് എന്താവാറ് ഒരു കോർഡിനേഷൻ ലെവലിലേക്ക് പോകും. നമുക്ക് ഉദാഹരണം പൊന്നാനി പരിശോധിച്ചാൽ മതി. പൊന്നാനിയിൽ സമസ്ത വിവാദമുണ്ടായി ലീഗ് വലിയ പ്രതിസന്ധിയിലേക്ക് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ലീഗ് ഉണർന്ന് പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം എടുത്താൽ സാധാരണ അവിടെ ഈ രോഗികളായ ആളുകളുടെ വോട്ടൊന്നും നിർബന്ധിച്ച് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാൻ ലീഗ് ശ്രമിക്കാറില്ല. കാരണം ഞങ്ങൾ എന്തായാലും ജയിക്കുമെന്നുള്ള നിലപാടാണ്. പക്ഷേ ഈ സമസ്ത വിവാദമുണ്ടായി ലീഗ് സമസ്ത ഒരു ശക്തി പ്രകടനമൊക്കെ പോയ സമയത്ത് അവരുടെ എല്ലാ വോട്ടും പോൾ ചെയ്യാനുള്ള ഭയങ്കര ശ്രമം നടക്കുകയും അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. ആ രീതിയിലേക്ക് ഒരു ഇഫക്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള ഒരു ധൈര്യത്തിലേക്ക് എത്തി ഞാൻ വിലയിരുത്തുന്നത് ഈ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരും വിമർശിക്കാറില്ലെങ്കിൽ ഈ രീതിയിൽ പേരെടുത്ത് വിമർശനം തയ്യാറാവാറില്ല. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിന്ന് തന്നെ അത്രത്തോളം വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സമസ്തയിലെ വിഭാഗവുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ലീഗ് അനുകൂലികൾ ലീഗ് വിരുദ്ധരൊക്കെ ചേരി തിരിഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായി ഈ സാധിക്കാളുടെ തങ്ങളുടെ പേര് സമസ്തക്കകത്തൊന്നും ഇല്ലെങ്കിൽ ലീഗിൻ്റെ അകത്തുനിന്നൊക്കെ വലിച്ചിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പുറത്തുള്ള ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നൊരു ചിന്ത വരുമല്ലോ. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി അത് എടുത്തിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് സ്വാഭാവികമായും ഇവിടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അത്യാവശ്യം സ്വാധീനമുള്ള പാലക്കാട് അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവാനേ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് സാനിയോ LDFിൻ്റെ ബീറ്റ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ സരിൻ വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും CPM പിന്നീട് ആ സ്ഥാനാർത്ഥിയെ മികച്ച സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ന് നിങ്ങൾ പാലക്കാട് ഏത് വോട്ടർമാരോട് ചോദിച്ചാലും സരിനെക്കുറിച്ച് വ്യക്തിപരമായി അവർക്ക് മികച്ച അഭിപ്രായമാണുള്ളത്. ആ തലത്തിലേക്ക് LDFിനും CPMനും ആ സ്ട്രാറ്റജി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല സന്ദീപ് മറുകണ്ഠം ചാടിയതിൻ്റെ ഭാഗമായി തിരിച്ചു വരാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകളും CPM കണ്ടുവയ്ക്കുന്നു. CPM ഇപ്പോഴും കോൺഫിഡൻസിലാണോ? അതായത് സ്വാഭാവികമായും 8 വർഷം ഒരു കക്ഷി ഭരിക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം അങ്ങേയറ്റത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്നതിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ കൃത്യമായി ഭരണവിരുദ്ധ വികാരമാണോ ചർച്ച ചെയ്യാൻ സമയമുണ്ടായത്? കാരണം ഇടതുമുന്നണി കൃത്യമായി സ്ട്രാറ്റജി മാറ്റി പല സ്ട്രാറ്റജികളും കൊണ്ടുവന്ന് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ചർച്ചയ്ക്ക് തടയിട്ടു. അതായത് ആദ്യം കത്ത് വിവാദം കൊണ്ടുവന്നു, അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വന്നു. ട്രോളി വിവാദത്തിന് മറുപടി പറയേണ്ടി വന്നു. സരിൻ വന്നതിന് മറുപടി പറയേണ്ടി വന്നു. ഇങ്ങനെ മറുപടികൾ കൊടുത്തുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ഈ നെല്ല് സംഭരണം അടക്കമുള്ള പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ സ്ഥാനാർത്ഥിയെ പോലും പലപ്പോഴും ഈ ചർച്ചകളിലേക്ക് തളച്ചിടുന്നതായി നമ്മൾ കണ്ടു. UDF സ്ഥാനാർത്ഥിയെ പലപ്പോഴും ഇത്തരം ചർച്ചകളിലേക്ക് തളച്ചിട്ടു. ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യാനുള്ള സമയം പോലും UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ CPMന്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമായി കാണുന്നത്. തെരഞ്ഞെടുപ്പിന്റെ അജണ്ട അവർ സെറ്റ് ചെയ്തു, അതിലൊരു പരിധി വരെ വിജയിച്ചു. മറ്റൊന്ന്, സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ ആണ് അവർ ആദ്യമായി മത്സരിക്കുന്നത്. ആ സമയത്ത് മുഴുവൻ ശ്രദ്ധയും വയനാട്ടിലേക്ക് പോകേണ്ടിടത്തു നിന്ന് ആ ശ്രദ്ധ മുഴുവനായി ഇങ്ങോട്ടേക്ക് പാലക്കാടേക്ക് കൊണ്ടുവരാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മാത്രമാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളിലും മൂന്നാമത് മാത്രം നിന്നിരുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആ മൂന്നാമത് നിന്ന് കയറി വരാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് CPMനെ കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ LDFനെ കൊണ്ടെത്തിച്ചത് സ്വാഭാവികമായും അവരുടെ സ്ട്രാറ്റജിയാണ്. എനിക്കൊന്ന് റോഷിയ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം നോക്കൂ, സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും CPM ആണ് നിയന്ത്രിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നാം ചർച്ച ചെയ്തത് മുഴുവൻ ഇന്നലെ വരെ സന്ദീപ് വാര്യരുടെ വരുന്നത് വരെ CPM നിശ്ചയിച്ച അജണ്ട പ്രകാരമാണ് പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ നടന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടായി? PPDV വിഷയം പാലക്കാട് വലിയ ചർച്ചയായില്ല. നെൽകർഷകരുടെ വിഷയം ചർച്ചയായില്ല. SFIO വിഷയം ചർച്ചയായില്ല. ഏതെങ്കിലും തരത്തിൽ BJP CPM ബന്ധമെന്ന് പറഞ്ഞുണ്ടെങ്കിലും അതൊന്നും വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ടായി. ചുരുക്കത്തിൽ CPM നിശ്ചയിച്ച പ്രചരണത്തിൻ്റെ അജണ്ടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വീഴുകയായിരുന്നു. അത് സ്ട്രാറ്റജിക്കലി CPMനെ സംബന്ധിച്ച് വിജയകരമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. ശരിയല്ലേ? സംശയമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ ചർച്ചകൾ വിവാദങ്ങളൊക്കെ പലപ്പോഴായി UDFും LDFും തമ്മിലുള്ള തർക്കത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് BJPയുമായുള്ള ഒരു വാഗ്വാദം ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഇപ്പോൾ ഞാനും ദീപക് മലമയും സാനിയോ മനോമി ഒപ്പം ഇക്ബാൽ ഉൾപ്പെടെയുള്ള 4 പേർ ഏതാണ്ട് 1 മാസം പിന്നിടുകയാണ് പാലക്കാട്ടെത്തിയിട്ട്. BJPക്ക് മറുപടി പറയാനുള്ള വിവാദങ്ങളിൽ നിന്ന് മാറി അവർ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അത് ഒരു പക്ഷേ 2 തരത്തിലുണ്ട്. ഒന്ന്, സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ക്യാമ്പ് ചെയ്യുന്നു, വലിയ ഓളങ്ങളില്ലാതെ അടിത്തട്ടിൽ വർക്ക് ചെയ്യുന്നു. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ടു പിന്നാലെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് UDF ആണ്. കാരണം കോൺഗ്രസിന് നമുക്കറിയാം സംസ്ഥാനത്ത് പലയിടങ്ങളിലും സംഘടനാ സംവിധാനം ദുർബലമാണ്. ഇവിടെ വാർഡ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നു, ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡല
മണ്ഡലം കമ്മിറ്റിയൊക്കെ പുനഃസംഘടിപ്പിച്ച് ശക്തരായ നേതാക്കളെ രംഗത്തിറക്കുന്നു, കൃത്യമായി വോട്ട് ചേർക്കുന്നു. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കോൺഗ്രസ് നേരത്തെ പൂർത്തിയാക്കി. KPCC ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ മുത്തലീബ്, ബാബുരാജ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഇവിടെ ക്യാമ്പ് ചെയ്യിപ്പിക്കുന്നു. മറ്റ് ജില്ലകളിൽ നേതാക്കളെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്യാമ്പ് ചെയ്ത് കൃത്യമായി നിലമൊരുക്കി. പക്ഷേ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അല്പം അങ്ങോട്ട് പിന്നോട്ട് പോകാൻ വഴിയൊരുക്കി. നേരത്തെ അല്ലമീൻ സൂചിപ്പിച്ചതിന് അപ്പുറത്തേക്ക് ചില ഉൾപ്പിരിവുകൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴുമുണ്ട്. കാരണം ഞാനുൾപ്പെടെ പല മാധ്യമപ്രവർത്തകരുമായി പലരും ഈ വോട്ട് ചോർത്താൻ ശേഷിയുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ചില അട്ടിമറികൾ നടത്താൻ പറ്റുന്ന നേതാക്കളൊക്കെ നമ്മളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. കോൺഗ്രസിനകത്ത് ഉൾപ്പിരിവുണ്ട്, CPM-നകത്തുണ്ട്. പക്ഷേ BJP-ക്കകത്തുള്ള പ്രശ്നങ്ങൾ സന്ദീപ് വാര്യരുടെ കൂടുമാറ്റത്തോടെ പരിഹരിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ CPM-നകത്ത് നേരത്തെ നമുക്കറിയാം പാലക്കാട്ട് വലിയ തർക്കങ്ങളുള്ള വിഭാഗീയത രൂക്ഷമായ പ്രദേശമാണ്. കാരണം ഏറ്റവും മുതിർന്ന നേതാക്കൾ ഞങ്ങൾ എത്തിയപ്പോൾ 4-ാം ദിവസം ഒരു പരിചയവുമില്ലാത്ത ജില്ലാ നേതാക്കൾ അകത്തുള്ള മറ്റൊരു ജില്ലാ നേതാവിനെതിരെ ഒരു പരാതിയുമായി ചില തെളിവുകളുമായി സമീപിച്ച ഒരു കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ എവിടെയും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് കോൺഗ്രസിനകത്ത് സമാനമായി DCC-യുടെ കത്ത് പുറത്തുവിട്ടത് ഏറ്റവും മുതിർന്ന നേതാക്കളാണെന്ന് ഞങ്ങൾക്കറിയാം. അത് ചർച്ചയാക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നു, കൺവെൻഷനുകളിലേക്ക് പോകുന്നു, എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം പൊതുപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ നൽകുന്നു. പക്ഷേ അതിനിടയിൽ കൃത്യമായ ചില ധാരണകളോടെ അപ്പുറത്തേക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്നു. കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. ആരൊക്കെ ജില്ലാ നേതൃത്വത്തിലുള്ള ആരൊക്കെ ഇവരൊക്കെ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമോ എന്ന സംശയം നമുക്കുണ്ട്. കാരണം അവർക്ക് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് കൃത്യമായി അറിയാം. അവർ ഓരോ ക്യാമ്പിലേക്കും വിവരങ്ങൾ കൊടുക്കുന്നവർ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും, എല്ലാ ക്യാമ്പിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും. അതുകൊണ്ട് തന്നെ UDF ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്രയും മനോഹരമായ പ്രവർത്തനം നടത്തിയ മുന്നണി പാലക്കാട്ട് UDF അല്ലാതെ മറ്റാരുമല്ല. അത് മുഴുവൻ വെള്ളത്തിലാകുമോ എന്നതാണ് ഇവർക്കകത്തുള്ള വിഭാഗീയത. കാരണം മുരളീധരൻ പരസ്യമായി പറയുന്നത് നേരിട്ടല്ലെങ്കിലും കൃത്യമായ സൂചന മുരളീധരൻ നൽകുന്നുണ്ട്. കാരണം LDF-ഉം UDF-ഉമാണ് മത്സരമെന്ന് വീണ്ടും പറയുമ്പോൾ ഈ കണ്ണാടിയിലും ഒപ്പം ഉള്ള 1-2 ഇടങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ AK ബാലന്റെ ഭാഷയിൽ മാത്തൂരിൽ നിന്നൊക്കെ മതേതര വോട്ടുകൾ UDF-ലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള നീക്കമാണോ മുരളീധരന്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നത് എന്നൊക്കെ സംശയമുണ്ട്. ഞാൻ സായിലേക്ക് വരാം. സായി, എനിക്കൊന്ന് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി പഠിച്ച ഒരാളാണ്. അവിടെ കോൺഗ്രസ് കേഡർ സ്വഭാവത്തിലാണ് ചേലക്കരയിൽ പ്രവർത്തിച്ചതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷേ അത്ര മികച്ച സംഘടനാ പാഠവും ചേലക്കരയിൽ കോൺഗ്രസ് കാട്ടി. പക്ഷേ ഇവിടെ CPM-ന് മറുപടി പറയേണ്ടി വരുന്ന ഒരു ട്രാപ്പിലേക്ക് കോൺഗ്രസ് ഇന്ന് വീണു. അവസാന ദിവസം മാത്രമാണ് കോൺഗ്രസിന് അവരുടെ അജണ്ട ഫിക്സ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത്. സായി, ഞാൻ പറഞ്ഞു വന്നത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പും നമ്മൾ കമ്പയർ ചെയ്താൽ പാലക്കാട് കോൺഗ്രസ് CPM ഒരുക്കിയ ട്രാപ്പിൽ വീണു ആദ്യഘട്ടത്തിൽ. പക്ഷേ പിന്നീട് അവിടെ നിന്ന് ഉയർത്തെണീറ്റു. അതൊരു വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിന് നൽകുന്നുണ്ട്. എങ്ങനെയായിരിക്കും അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? അരുൺ, നമ്മൾ ചേലക്കരയും പാലക്കാടും തമ്മിൽ കമ്പയർ ചെയ്താൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടന്നത് ചേലക്കരയിലാണ് എന്ന് പറയേണ്ടി വരും. അത് മാധ്യമങ്ങളുടെ വലിയ ശ്രദ്ധ കിട്ടിയില്ല എങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വികസന പ്രശ്നങ്ങളെല്ലാം അവിടെ ചർച്ചയായിട്ടുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട്. വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ ഈ 3 മുന്നണികളും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പാലക്കാട് നമ്മൾ നേരെ തിരിച്ചാണ് കണ്ടത്. വിവാദങ്ങളും ബഹളങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ പോലും ഒരു പരിധി വിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഇവിടെ കോൺഗ്രസ് ആണ് CPM-ൻ്റെ കെണിയിൽ വീണതെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ കെണിയിൽ CPM ആണ് യഥാർത്ഥത്തിൽ വീണത്. അവിടെ ആദ്യം CPM-ന് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എളുപ്പത്തിൽ ജയിച്ചു വരാം എന്നുള്ളത്. പക്ഷേ കോൺഗ്രസിൻ്റെ അവിടുത്തെ ചടുലമായ പ്രവർത്തനം ഏറ്റവും ഒടുവിൽ CPM തന്നെ സമ്മതിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് അവിടെ പോയപ്പോൾ പിന്നീട് CPM-ഉം അതിന് പിന്നാലെ പോവുകയാണ് ഉണ്ടായത്. ഇവിടെ നേരെ തിരിച്ചാണ്. കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം ആദ്യഘട്ടത്തിലുണ്ടായി. പക്ഷേ CPM സരിനെ കൊണ്ടുവന്ന ആ സ്ട്രാറ്റജി മാറ്റിയതോടുകൂടി കോൺഗ്രസിനും ആ വഴിയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഈ രണ്ടിടത്തെയും താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്താണോ ചർച്ചയാകേണ്ടത് അത് ചർച്ചയായത് ചേലക്കരയിലാണ്. പക്ഷേ വിവാദങ്ങൾ ബഹളങ്ങൾ ഉണ്ടായത് പാലക്കാടാണ്. പക്ഷേ ജനങ്ങൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. ഈ വിവാദങ്ങൾ എത്രമാത്രം അതിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇക്ബാൽ പാലക്കാടിന്റെ സ്വന്തം റിപ്പോർട്ടറാണ്. പാലക്കാട്ടെ പൊളിറ്റിക്കൽ പൾസ് നമ്മളൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഇക്ബാലിന് അറിയാം. പാലക്കാട്ടെ വോട്ടർ കൂടിയാണ് നമ്മൾ. ഇക്ബാൽ ആർക്ക് വോട്ട് ചെയ്യുന്നത് ചോദിക്കുന്നില്ല. പക്ഷേ ഇക്ബാൽ ഈ പൊളിറ്റിക്കൽ പൾസ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പാലക്കാട്ടെ വോട്ടർമാർ തീരുമാനിച്ചിട്ടുണ്ടാവോ? ഷാഫി പോയപ്പോൾ തന്നെ? അരുൺ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് മുന്നണികൾ ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ
ആ സമയത്ത് തന്നെ നമ്മളെല്ലാം ഈ ഒരു വിശകലനങ്ങൾ എടുത്തു തുടങ്ങിയിരുന്നു. കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ പാലക്കാട് ഒരു സ്ട്രാറ്റജി, ഏതെങ്കിലും പാർട്ടി തയ്യാറാക്കുന്ന സ്ട്രാറ്റജി പ്രകാരമല്ല ആളുകൾ ചിന്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമായി ജനകീയ വിഷയങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും വോട്ടർമാർ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. കാരണം സ്ഥാനാർത്ഥികൾ പല ഭാഗത്തേക്കും പോകുമ്പോൾ അവിടെ ചർച്ചയാവുന്നത് മറ്റ് വിഷയങ്ങളൊന്നുമല്ല. KLU, ഒന്ന് റോഡ്, പിന്നീട് കുടിവെള്ളം, അതിനുശേഷം മെഡിക്കൽ കോളേജ്, ടൗൺ ഹാള്, മോയിൻസ് സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചർച്ച ചെയ്ത് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇത്തവണ പാലക്കാട്ടുകാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അതിൽ ഒരു മാറ്റം വരുത്താൻ 3 മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. 3 മുന്നണികളും ഈ കാര്യം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി ഭയക്കണമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗ് ഇന്നല്ല ലീഗ് ഒന്നായത്. ഈ കോൺഗ്രസിനകത്ത് ഇത്രയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പ്രശ്നങ്ങൾ UDF-നകത്ത് പിടിച്ചു നിർത്തിയത് ലീഗാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴെല്ലാം ലീഗാണ് മുന്നോട്ട് വന്നിട്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റി UDF-നെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകണം, BJP പാലക്കാട് വിജയിക്കരുത്, ആ ഒരു രീതിയിലുള്ള സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കൊണ്ടുപോയത് ലീഗാണ്. ലീഗ് മുമ്പ് തന്നെ ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോയത് മുതൽ തന്നെ കൃത്യമായി മണ്ഡലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ലീഗ് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിയിരുന്നു. ആ സ്ട്രാറ്റജി പ്രകാരം UDF-നെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ലീഗാണ്. അത് ലീഗ് ഇന്നല്ല ഒന്നായത്, ലീഗ് മുമ്പ് തന്നെ ഒന്നായി ആ ഒരു സ്ട്രാറ്റജി കൊണ്ടുപോവുകയായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് സത്യം പറഞ്ഞാൽ ഇവിടെ ഗുണമുണ്ടായത്, ഈ പൊട്ടിത്തെറികൾ കൊണ്ട് ഗുണമുണ്ടായത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്നാണ് മനസ്സിലാക്കുക. കാരണം അവർക്ക് സ്ഥാനാർത്ഥിയെ കിട്ടി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ഈ ഒരു പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോഴും ഇടതുപക്ഷത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നു എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പിരാരിയിൽ എന്ന് പറയുന്നത് UDF-ന് ഒരുപാട് വോട്ടുകൾ വരുന്ന ഒരു മേഖലയിലാണ്. UDF-ന്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് പിരാരിയിലാണ്. ആ ഓരോ പൊട്ടിത്തെറികളും കൃത്യമായി തന്നെ LDF കൊണ്ടുവരാൻ ശ്രമിച്ചതും അത് വിജയിച്ചതും ഒരു പക്ഷേ പിരാരിയിൽ തന്നെ ആയിരിക്കും. സിത്താര, ശശി, അതുപോലെ തന്നെ അതിനുശേഷം സുരേഷ്, അവരെല്ലാം കൊണ്ടുവരാൻ LDF-ന് സാധിച്ചു. BJP-ക്കാണെങ്കിൽ നഗരസഭയുടെ ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കൃഷ്ണകുമാർ പാലക്കാട്ടുകാരനാണ്. അത് കൃത്യമായി തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കാണ് BJP കടന്നത്. ഭയക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ജനകീയ വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ മാത്രമാണ് 3 മുന്നണിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കി. ഓക്കെ ദീപക്, നോക്കൂ, സരിൻ മുതൽ സന്ദീപ് വരെ വിവാദങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. ആത്മവിശ്വാസം ആർക്ക് എന്നുള്ളത് 3 പേരും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും നെഞ്ചിടിക്കുന്നുണ്ട് അല്ലേ? നെഞ്ചിടിപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. ആ നിലയ്ക്കുള്ള ഭയം സ്വാഭാവികമായിട്ടും മുന്നണികൾക്കുണ്ടാകും. ഇതിൽ ഞാൻ NDA ക്യാമ്പിൻ്റെ കൂടെയാണ് ഈ നാൾ ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം വരുന്നു. ഇവിടെ ഫ്ലക്സ് കത്തിക്കുന്ന അടക്കമുള്ള കഥകൾ നമ്മൾ കാണുന്നു. അതിനുശേഷം പിന്നീട് വരുന്നത് സന്ദീപാണ്. സന്ദീപ് ഇന്ന് പോവും നാളെ പോവും എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് സന്ദീപ് പോയി. പക്ഷേ അക്ഷരാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? NDA ക്യാമ്പിനെ സംബന്ധിച്ച് അതൊരു വരമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സന്ദീപ് ഇറങ്ങിയ ഘട്ടം വരെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ഒത്തുചേർന്ന് പോകായ്മ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നു. സന്ദീപ് ഇറങ്ങിക്കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു അദ്ദേഹത്തിൻ്റെ സംസാരം വരുന്നു. ബലിദാനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെയുള്ള പ്രയോഗങ്ങൾ വരുന്നു. മൂത്താന്തറയൊക്കെ പരാമർശിക്കുന്നു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് എല്ലാവരും ഒന്നു ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ മുൻപ് തന്നെ ഈ ബൂത്ത് തലങ്ങളിൽ കൃത്യമായി സംഘത്തിൻ്റെ പ്രവർത്തകരെല്ലാം ഇറങ്ങി പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സജീവമായിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര കണ്ട് സജീവമായിരുന്നില്ല. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണ സജീവതയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിന്ന് ഈ ഒരു പോരാട്ടം എന്നുള്ള നിലയിലേക്ക് സംവിധാനങ്ങളെ ഒന്നാകെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വിജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഉണ്ട്. പക്ഷേ നേരത്തെ ഇക്ബാലും അഷ്കറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് കണ്ണാടിയിൽ നിന്ന് വന്ന വോട്ടിൻ്റെ മാറ്റം. പിരായിരിയിൽ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു, അതിലൊരു കൺസോൾട്ടേഷൻ വരുമോ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ആ ചോദ്യം ഉണ്ടാവും. ഇപ്പോൾ ഇന്നൊക്കെ വരുന്ന പ്രതികരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മളൊക്കെ സംസാരിച്ചു SDPI-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കത്ത്, ലഘുലേഖ, ജമാഅത്തെ ഇസ്ലാമി, ഈ വിഷയങ്ങളൊക്കെ പൂർണ്ണമായും ഉയർത്തി കാണിക്കാൻ NDA ക്യാമ്പിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ആർമി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇറങ്ങി ഒരു പ്രചരണം നടത്തുന്ന സംവിധാനം വരുന്നു. ആ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഇല്ലാതെയാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ NDAക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിശബ്ദ പ്രചരണം നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് എങ്കിൽ ആ നിശബ്ദ പ്രചരണം ഒരു മാസം മുന്നേ ആരംഭിച്ചിട്ടുണ്ട് NDA ക്യാമ്പ്. അതാണ് അവരുടെ ആത്മവിശ്വാസം. ആ നിലയിലാണ് പോകുന്നത്. അതുകൊണ്ട് 2 മുന്നണികൾ
മറുവശത്ത് നിൽക്കുന്നവർ ഭയക്കേണ്ട സാഹചര്യമുണ്ട്. ദാറ്റ്സ് ഫൈൻ. എനിക്കൊരു വി എസ് രഞ്ജിത്തും ബി ജെ പിയിലെ നീക്കങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്ത ഒരാളാണ്. നേമത്ത് അക്കൗണ്ട് ഓപ്പണായി, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒന്ന് വട്ടിയൂർക്കാവായിരുന്നു. അവിടെ പക്ഷേ ഉണ്ടായില്ല. പക്ഷെ പാലക്കാട് ഇക്കുറി എല്ലാം തങ്ങൾക്ക് അനുകൂലമാണെന്ന് ബി ജെ പി കരുതിയെടുത്തു നിന്നാണ് വളരെ പൊടുന്നനെ ചില വിഷയങ്ങൾ ഉണ്ടാവുന്നു. പക്ഷേ ആ വിഷയങ്ങൾ അവർക്ക് ആദ്യഘട്ടത്തിൽ മാനേജ് ചെയ്യാൻ പറ്റി. സന്ദീപ് പോയതോടുകൂടി ബി ജെ പി എൻ ഡി എ ക്യാമ്പിനുള്ളിൽ ഇപ്പോൾ ഒരു വല്ലാത്ത ഒരുമ പ്രകടമാവുന്നൊരു സാഹചര്യമുണ്ടായി. ആ ഒരുമ യഥാർത്ഥത്തിൽ ശ്രീധരന് വേണ്ടി ഫൈറ്റ് ചെയ്തപോലുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റ് എൻ ഡി എക്ക് കൊടുത്തിട്ടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ട് മുന്നണികളും ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടോ വി എസ് രഞ്ജിത്ത്? ഡോക്ടർ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതിൽ, ഇപ്പോൾ ഈ കൂട്ടത്തിൽ പറഞ്ഞതിൽ ഒരു കാര്യത്തോട് വിയോജിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇവിടെ ഒരു ത്രികോണ മത്സരമുണ്ട് എന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം നേരത്തെ സാനിയ പറഞ്ഞു ഇവിടെ പല വിഷയങ്ങളെയും മറക്കാൻ സരിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് സാധിച്ചു എന്നുള്ളത്. അങ്ങനെ സാധിക്കുമോ എന്നുള്ളത്, അതൊരു ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും അങ്ങനെ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. യഥാർത്ഥത്തിൽ പെൻഷൻ കിട്ടാത്ത ഒരു വീട്ടമ്മയുടെ പട്ടിണി, അത് ആ വീട്ടമ്മ സരിനെ കൊണ്ടുവന്നാലോ സന്ദീപ് കളഞ്ചാടിയാലോ മറക്കാൻ പോകുന്നില്ല. അതുപോലെ കടാശ്വാസം കിട്ടാത്ത കർഷകൻ്റെ പ്രശ്നം, നെല്ലിൻ്റെ പ്രശ്നം, ഇതൊന്നും ഈ സരിനോ സന്ദീപോ മറികടക്കാൻ പോകുന്ന ജനകീയ പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളിൽ കബളിപ്പിക്കപ്പെടുമെന്നുള്ളതോ സരിൻ വന്നതോടുകൂടി ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ളതോ പറയാൻ സാധിക്കില്ല. മാത്രവുമല്ല, AKGയും നായനാരും EMSഉം ഒക്കെ മത്സരിച്ചൊരു സ്ഥലത്ത് സരിനെ പോലെ സ്ഥാനാർത്ഥി വേണ്ടി വന്നു എന്നുള്ളതും ഈ LDFനെ സംബന്ധിച്ച് വലിയൊരു ഗതികേടാണ്. ഇതൊന്നും ജനങ്ങൾ മറക്കാൻ പോകില്ല. അതുകൊണ്ട് ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ LDFും UDFും BJPയും തമ്മിലുള്ള മത്സരമാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ, ഇപ്പോൾ LDF സർക്കാർ മാറി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം LDFുകാർ പോലും സമ്മതിക്കും UDF ഭരണത്തിൽ വരും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം അത്രമേൽ ശക്തമായൊരു സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഭരണവിരുദ്ധ വികാരമായിരിക്കും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത് ഒന്ന് UDFനും മറ്റൊന്ന് BJPക്കുമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് C കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പാലക്കാട്ടുകാരനായ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളൊരു ആനുകൂല്യം അവർ നേരത്തെ ഉറപ്പിച്ചിരുന്നു. ആ പാലക്കാട്ടുകാരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നതോടുകൂടി BJP ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. സന്ദീപ് പോയത് ഒരു കാരണവശാലും BJPയെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഒരു സാധാരണഗതിയിൽ ഒന്നാം പ്രതിപക്ഷത്തിലാണ് പോവുക. ഒന്നാം പ്രതിപക്ഷം കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യം കോൺഗ്രസിന് കിട്ടിയേക്കാം. പക്ഷേ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയിലാണ് വോട്ട് വീഴുന്നതെങ്കിൽ ആ ആനുകൂല്യം BJPയിലേക്ക് വന്നേക്കാം. അതുകൊണ്ട് BJPയും UDFും തമ്മിലൊരു മത്സരമാണ് പാലക്കാട്ട് നടക്കുന്നത്. കണ്ണിൽ പൊടിയിടാനുള്ള മറ്റ് വിഷയങ്ങളൊന്നും തന്നെ സാധാരണ ജനങ്ങളെ ബാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ചുരുക്കത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് കണ്ടത് കോട്ടമൈതാനത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് അല്ലേ? പലപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടാവും, നമ്മളൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് അഭിനയിക്കുകയാണോ, പലപ്പോഴും തർക്കിക്കുകയാണോ? യഥാർത്ഥത്തിൽ ഇതാണ് മീറ്റ് ദി എഡിറ്റേഴ്സിൽ സംഭവിക്കാറ്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കലല്ല, അതാത് വിഷയങ്ങളോട് നമ്മളുടെ ബോധ്യമായ കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുക. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പരസ്പരം ചോദിക്കും, പരസ്പരം തർക്കിക്കും അല്ലേ സുജയ? അതിനെയും നമ്മൾ തുടരും. അത് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടു. ഇത് സ്പെഷ്യൽ മീറ്റ് ദി എഡിറ്റേഴ്സ് ആണെങ്കിലും അത് ജനങ്ങളുടെ മുൻപിൽ വെച്ചാണ് ഈ തത്സമയ പരിപാടി പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ ഇനി നാളത്തെ ദിവസം വളരെ നിർണായകമാണ്, കൊട്ടിക്കലാശമാണ് അല്ലേ? കൊട്ടിക്കലാശത്തിന് കുറേ സർപ്രൈസ് ഉണ്ടാവും. ഇന്നത്തെ ഇലക്ഷൻ ബസ് പോലെ അല്ലേ ആന്റോ അഗസ്റ്റിൻ? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TV എടുത്തിട്ടുണ്ട്. ഇന്ന് നാളെയും മറ്റന്നാളും ഇലക്ഷൻ ബസ്. അപ്പോൾ പാലക്കാടിന്റെ എല്ലാ തുടുപ്പുകളും റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം പ്രേക്ഷകരിലേക്ക് ഒരു പ്രത്യേക ചായ്വില്ലാതെ വളരെ നിഷ്പക്ഷമായി എല്ലാം കൃത്യമായി ഗ്രൗണ്ട് സീറോയിൽ എന്താണോ മനസ്സിലാക്കുന്നത് അതനുസരിച്ചാണ് നൽകുക. തീർച്ചയായും ഇതൊക്കെ ഞങ്ങളുടെ വിലയിരുത്തലുകൾ മാത്രമാണ്. ഇത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല. കാരണം നിങ്ങളാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് അറിയുക. ബെന്യാമൻ പറയുന്നത് പോലെ നിങ്ങളുടെ കഥകൾ മറ്റുള്ളവർ അനുഭവിക്കാത്ത കാലത്തോളം അത് കെട്ടുകഥകൾ മാത്രമായി തീരും. അതുകൊണ്ട് ഞങ്ങൾ പറയാത്ത കാര്യങ്ങളും തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിലോ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയത്തിലോ ഞങ്ങളുടെ ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ സഹായകരമായിക്കോട്ടെ, പക്ഷേ അതിൻ്റെ ദിശ നിശ്ചയിക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല. പൂർണ്ണമായും വിധിക്കേണ്ടത് നിങ്ങളാണ്. അത് വിട്ടു നൽകുന്നു നിങ്ങൾക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശുഭരാത്രി നേരുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ മെഗാ ലൈവാത്തോൺ ഇന്ന് പുലർച്ചെ 6:30 ആരംഭിച്ചതാണ്. ഞങ്ങൾ ഇന്ന് ഈ മണിക്കൂറിൽ ഇത് അവസാനിപ്പിക്കുന്നു. നാളെ കുട്ടിക്കലാശത്തിനായി പ്രേക്ഷകർ തയ്യാറെടുക്കുക. റിപ്പോർട്ടറിന്റെ ഈ വാർത്താ സംഘം നാളെ മുതൽ ഗ്രൗണ്ട് സീറോയിൽ നിന്നും കൊട്ടിക്കലാശത്തിന്റെ ആവേശം ബോധമുള്ള ജനങ്ങളാണ് കേട്ടോ. എത്രയോ വൃത്തിയായിട്ടാണ് ഓഡിയൻസിലെ. പാലക്കാട് ജനതയെ ഒരിക്കൽ കൂടി നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഒരു സാംസ്കാരികമായ രാഷ്ട്രീയമായ ബോധ്യമുള്ളൊരു ജനതയാണ് നമ്മൾ. വളരെ
നമ്മൾ വളരെ പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോഴും നിശബ്ദമായി അത് കേൾക്കുകയും അതിനോട് ആ രീതിയിൽ മാത്രം പ്രതികരിക്കുകയും ചെയ്തൊരു ജനതയാണ്. തീർച്ചയായും നിങ്ങളുടെ ഈ കൂടി നിന്ന മനുഷ്യർ, കുട്ടികളടക്കമുള്ള മനുഷ്യരുണ്ട്, അവരുടെയൊക്കെ രാഷ്ട്രീയ ബോധ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു, അടയാളപ്പെടുത്തുന്നു. അതൊക്കെ മാതൃകയാണെന്ന് കൂടി ഒരിക്കൽ കൂടി പറയുന്നു. പാലക്കാടൻ ജനത എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഏറ്റവും പ്രബുദ്ധമായി ചിന്തിക്കുന്ന ജനതയാണ്, മണ്ണിനോട് തൊട്ടു നിൽക്കുന്ന മനുഷ്യരാണ്, ഒപ്പം അവരുടെ മനസ്സ് ആകാശത്തോളം വലുതുമാണ്. പ്രിയപ്പെട്ടവരെ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഇനി കാണാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഫ്ലോറിൽ നിന്നും. ബാക്ക് ടു ഫ്ലോർ. ഗുഡ് നൈറ്റ്. Meet the editors.